വിറയ്ക്കുവാ. ഞാൻ ആ സ്കാനിങ് സെൻ്ററിനകത്ത് കയറുമ്പോൾ അവർക്ക് കുത്താൻ സൂചി ഇറക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഞാൻ വിറയ്ക്കുവാ. എന്നെ ഡോക്ടർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക, ഒന്നും പേടിക്കണ്ട. എൻ്റെ പേര് ഗീത, ഞാൻ കായംകുളത്ത് നിന്നും വരുന്നു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക്, എനിക്ക് എല്ലാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ അൾത്താരയിൽ വന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര ദുരന്തങ്ങളാണ് നടക്കുന്നത്. എൻ്റെ മകനൊരു ആക്സിഡൻറ്റ്, എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ്, എൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക്. ഞാൻ അങ്ങനെ വന്നിവിടെ പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുവരെയും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് എടുക്കാം നാളെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ വീട്ടിലെ സാഹചര്യം കാരണം എനിക്ക് വന്നൊരു ഉടമ്പടി എടുക്കാൻ പറ്റാതെയായി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ എൻ്റെ ഒരു NSSൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറയുന്നു എൻ്റെ കഴുത്തിനൊരു മുഴയെന്ന്. പക്ഷേ ഞാനത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എനിക്ക് 2-3 ദിവസങ്ങളായിട്ട് ശ്വാസം മുട്ടലും പുറത്ത് വേദനയും ഇടത് കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയതുമില്ല, എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കഴുത്തിലൊരു മുഴയല്ലോ, ഇതുവരെ അത് ചേച്ചി കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നു. അപ്പോഴേ എനിക്ക് ടെൻഷനായി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മക്കളോട് ചോദിച്ചു, എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ടായിട്ട് നിങ്ങളാരും കണ്ടില്ലേ? ഇതേപോലെ അവർ പറഞ്ഞപ്പോഴാണല്ലോ അറിയുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ENTയെ കാണിച്ചപ്പോൾ അത് പുള്ളി പറഞ്ഞു മരുന്നൊന്നും തരാൻ ഇപ്പോൾ പറയത്തില്ല, പോയി സ്കാൻ ചെയ്തിട്ട് വരാൻ. ഞാൻ അങ്ങനെ സ്കാനിങ് സെൻറ്ററിൽ പോയി. എൻ്റെ ഞാനും എൻ്റെ മകനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിൽ കൂടി ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ ഉപ്പ് മേടിച്ചുകൊണ്ട് പോകും, തേൻ മേടിച്ചുകൊണ്ട് പോകും, ഇവിടുത്തെ അമ്മയുടെ രൂപമുള്ള ആ കാശ് രൂപം ലോക്കറ്റും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ഇതൊക്കെ കഴിച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ കലക്കി കുടിച്ചിട്ടാണ് ഈ സ്കാനിങ്ങിന് പോകുന്നത്. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിഷമിച്ചു. എന്ന് വെച്ചാൽ 3-4 ദുരന്തങ്ങൾ ഈ 2 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അടുത്ത ഒരു ദുരന്തമോ എൻ്റെ യേശുവേ, ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കാനിങ് സെൻറ്ററിൽ പോകുമ്പം ഞാൻ ആ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ച് അവിടെ ചെന്ന് ഉള്ളിലേക്ക് എന്നെ കയറ്റി. ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവരെന്നെ സ്കാനിങ്ങിന് കിടത്തും. ഞാൻ ഈ കാശ് രൂപം എൻ്റെ നെഞ്ചത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ മടക്കി പിടിച്ചുകൊണ്ടിരിക്കും. മാതാവേ, ഈ കുത്തിയെടുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും വരല്ലേ സ്കാൻ ചെയ്യുന്നതിനകത്ത്. അങ്ങനെ ആ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറയുക, ഇത് പ്രശ്നമാണ്, ഈ മുഴ നിറച്ച് ഫ്ലൂയിഡ്. അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു, എനിക്കിതൊന്നുമില്ല, അവർക്ക് ക്യാൻസറിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു ഇത് കുത്തിയെടുത്തിട്ട് വരണം, നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷമേ ഇനി എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അവിടെ നിന്ന് വലിയ വായിലേക്ക് കരഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തലയനക്കാൻ വയ്യ. എന്നെ സ്കാനിങ്ങിന് വിട്ടു. ഞാൻ അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ ലേഡി ഡോക്ടർ എന്നെ അകത്ത് കയറ്റി സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ സൂചി ഫ്ലൂയിഡ് കുത്താൻ വേണ്ടി 3 പ്രാവശ്യം എൻ്റെ തൊണ്ടയിലേക്ക് ഈ സൂചി ഇറക്കി. അപ്പോഴൊന്നും ഈ ഫ്ലൂയിഡ് കിട്ടത്തില്ല. ഞാൻ അവിടെ നിന്ന് പറയും, മാതാവേ ഈ ഫ്ലൂയിഡ് കിട്ടല്ലേ, എനിക്ക് പേടിയാ മാതാവേ, എനിക്ക് ക്യാൻസർ രോഗമാണെങ്കിൽ ഞാൻ ജീവിക്കത്തില്ല എൻ്റെ മാതാവേ, എനിക്ക് ഭയങ്കര പേടിയാ എന്ന് ഞാൻ പറഞ്ഞ് വിളിച്ചു. ഞാൻ ആ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് കരയുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്ന് കുത്തിയെടുക്കട്ടെ, ഒന്ന് സമാധാനത്തെ കിടക്കുന്നു. അവരെൻ്റെ കഴുത്ത് പിടിച്ച് മലർത്തി എന്നെ അവിടെ പിടിച്ച് കിടത്തും. ഞാൻ ശ്വാസം മുട്ടി ഓടി എണീക്കും. വീണ്ടും എന്നെ പിടിച്ച് കിടത്തും, ഞാൻ ശ്വാസം മുട്ടി ഓടി എണീക്കും. എന്നിട്ട് വെളിയിൽ വന്നിരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. അങ്ങനെ 3 പ്രാവശ്യം കുത്തിയിട്ടും കിട്ടിയില്ല. എന്നെ അവർ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നാളെ വന്ന് സർജനെ കാണ്, എന്തായാലും ഇത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര പേടി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ മക്കളോട് പറഞ്ഞ്, എനിക്ക് ഭയങ്കര പേടിയായി, ഇത് കുത്തിയെടുക്കാൻ ഞാനിനിയും പോകുന്നില്ല എന്ന്. അങ്ങനെ എൻ്റെ മകൻ എന്നെ വിളിച്ച്, നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, അതിനുശേഷം കുത്തിയെടുക്കാൻ പോയാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്ന ഒരു വഴിയായിരിക്കും അത്. ഞാൻ പിറ്റേ ദിവസം, അതായത് ഈ കഴിഞ്ഞ നവംബർ 13-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് കയറിപ്പോകുമ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് വിഷമിക്കുന്നത്, ഇത്രയും വലിയ വിഷമം എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കരഞ്ഞു, സിസ്റ്ററെ എൻ്റെ കഴുത്തിലൊരു മുഴ, നാളെ ഇത് കുത്തിയെടുത്ത് ടെസ്റ്റിന് വിടുക, എനിക്ക് പേടിയാ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് ക്യാൻസർ ആകരുതെന്ന്. എനിക്ക് അത്രത്തോളം ഞാൻ വിഷമിച്ചിരിക്കുക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിനക്കൊന്നും വരുത്തില്ല, നീ അൾത്താരയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കൂ, നാളെ നീ സാക്ഷ്യം പറഞ്ഞോളാം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസമായി 3 ദിവസമായി ഈ ഡോക്ടർക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ തൊണ്ടയിൽ നിന്ന് കുത്തിയെടുക്കാൻ.
അങ്ങനെ ഈ മുഴ ചെറുതായി ചെറുതായി വന്ന് 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുഴയായിരുന്നു. അത് നിറയെ ഫ്ലൂയിഡും. ഒന്ന് നോക്കിക്കോണം അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം. പിറ്റേ ദിവസം എനിക്ക് ബലമായി. എന്താണെന്ന് വെച്ചാൽ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഈ കാശുരൂപം കഴുത്തിലെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കഴുത്തിൽ നിന്ന് കുത്തിയെടുക്കുന്നതിനകത്ത് ഫ്ലൂയിഡിനകത്ത് ഒരംശം പോലും ക്യാൻസറിൻ്റെ ഒരിതും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകല്ലേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ വീടെല്ലാം മരണ വീട് പോലെ മക്കൾ എന്നെ കാണാതെ കരയുന്നു, ഞാൻ മക്കളെ കാണാതെ കരയുന്നു. ആ ഒരു രീതിയായിരുന്നു. അങ്ങനെ കുത്തിയെടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് സർജൻ വിളിക്കുകയാണ് സ്കാനിങ്ങിൽ നിന്ന്, നിങ്ങളത് കുത്തിയെടുക്കാൻ വരണം, നമുക്ക് ടെസ്റ്റിന് അയക്കണമെന്ന്. കുത്തിയെടുത്ത് കഴിഞ്ഞ് അവിടെ നിന്നും ഞാൻ വിറയ്ക്കുവാ. ഞാൻ ആ സ്കാനിങ് സെൻ്ററിനകത്ത് കയറുമ്പോൾ അവർക്ക് കുത്താൻ സൂചി ഇറക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഞാൻ വിറയ്ക്കുവാ. എന്നെ ഡോക്ടർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക, ഒന്നും പേടിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ 1 മിനിറ്റ് എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്ത്. ഞാൻ അവിടെ എണീറ്റിരുന്ന് അപ്പോൾ ഇരുത്തി കുത്തിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കാശുരൂപം എൻ്റെ തൊണ്ടയിലുടനീളം ഇങ്ങനെ തൂത്തിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, ഈ ഫ്ലൂയിഡ് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മ കൂടെ പോകണം, ഇത് എവിടെയായിരുന്നാലും ഇതിൻ്റെ ടെസ്റ്റ് കഴിയുന്നത് വരെ എൻ്റെ അമ്മ മാതാവ് ആ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എനിക്കൊരു ക്യാൻസർ രോഗം ഉണ്ടാകരുത്, ഇനി എനിക്ക് സഹിക്കത്തില്ല, എനിക്ക് ഇത്രയും കടമ്പകൾ കടന്ന് എനിക്ക് ഇനിയും വയ്യ, എൻ്റെ മോനെ അന്ധകാരത്തിലാക്കരുത് മാതാവേ, എൻ്റെ മോൻ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുക, എനിക്കൊരു വീടില്ല, എൻ്റെ മോനൊരു ജോലിയായില്ല, എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കരുതെന്ന് വലിയ വായില ഞാൻ വിളിച്ചു പോയി. ആ സ്കാനിങ് സെൻ്ററിൽ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ 5 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാത്തിരിക്കുക, ദൈവത്തെ വിളിച്ച് മാതാവിനെ മാത്രം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, ഞാൻ എല്ലാം ചെയ്യും. ഞാൻ പറയും, മാതാവേ 5 ദിവസമാകുമ്പോൾ എൻ്റെ റിസൾട്ട് വരും, എൻ്റെ വിധി എന്താ, എല്ലാം ഞാൻ അമ്മയ്ക്ക് വിട്ടു തന്നിരിക്കുക. 3-ാം ദിവസമായപ്പോൾ റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ ആ റിസൾട്ടുമായിട്ട് അന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ഈ 7 സെൻറ്റിമീറ്ററുള്ള മുഴ എൻ്റെ തൊണ്ടയ്ക്കില്ല കാണാൻ. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ അവിടെ നിന്ന് സന്തോഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സന്തോഷമായോ? ഞാൻ പറഞ്ഞു, ആ മുഴയില്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഞാൻ അന്നാണ് ഉറങ്ങുന്നത്, നീണ്ട 2 വർഷമായി ഞാൻ ഉറങ്ങിയിട്ട് ഈ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഉറങ്ങുന്ന അറിയത്തില്ല. ഇപ്പം ഞാൻ കിടന്നുപോയി നേരം വെളുത്ത് 5:20 ഞാൻ അലാറം വെക്കും, പെട്ടെന്ന് ഓടി എണീറ്റ് കയ്യും കാലും മുഖം കഴുകി ഞാൻ പ്രാർത്ഥന ചെല്ലും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥന ചെല്ലും, ഇത് വിശ്വാസ പ്രമാണം ചെല്ലും. നടക്കുന്ന നടപ്പിലും അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും രാവിലെ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി അടുക്കളയിൽ വെക്കും. നമ്മുടെ ഇവിടുത്തെ പരിശുദ്ധ അച്ഛൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും അത് സെൻഡ് ചെയ്യും, എൻ്റെ കൂട്ടുകാർക്കെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കും. ആര് വിളിച്ചാലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കാര്യങ്ങൾ അവരോട് പറയും. ആരെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ. ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അൾത്താരയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ ലോകത്തൂന്നേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ എടുത്തു മാറ്റണം, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് പോലും ഇതുണ്ടാകരുത്. എത്രയോ കുടുംബങ്ങൾ വിഷമിക്കുന്നു, ഇതൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അതുകൂടാതെ ഞാൻ പത്രങ്ങൾ നടന്നു കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. ഇതിനിടെ 2 പ്രാവശ്യം വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി, എനിക്കതൊരു സന്തോഷമാണ്. ഇപ്രാവശ്യം ഞാൻ കായംകുളത്ത് നിന്നും കൊച്ചിയുടെ ജെട്ടി അഴീക്കൽ ഭാഗത്ത് നടന്നാണ്. അപ്പോൾ ഒരു വെയിലത്ത് ഞാൻ അവിടെ നടന്ന് ഓരോരുത്തർക്കും ഞാൻ പത്രം കൊടുത്തു. എനിക്കതൊരു സന്തോഷമാണ്.